കൊച്ചി മേയർ തെരഞ്ഞെടുപ്പിൽ ശുപാർശയുമായി ലത്തീൻ സഭ. മേയർ ലത്തീൻ സമുദായ അംഗമാകണം എന്നാണ് ആവശ്യം. ഇക്കാര്യം നേതാക്കളെ അറിയിച്ചതായി കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ പ്രസിഡന്റ് ജോസഫ് ജൂഡ് പറഞ്ഞു. പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ആരാണ് മേയറെന്നും ആരാണ് ഡെപ്യൂട്ടി മേയറെന്നും. കാരണം മേയറുണ്ട്, ഡെപ്യൂട്ടി മേയറുണ്ട്. ഈ സ്ഥാനങ്ങളിലേക്ക് ഉചിതനായ ഒരു സ്ഥാനാർത്ഥി, അത് ലത്തീൻ കത്തോലിക്ക സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വേണം, കൗൺസിലറെ വേണം എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾ നേതൃത്വത്തിന് മുൻപിൽ വച്ചിട്ടുണ്ട്. വരാപ്പുഴ, കൊച്ചി, ആലപ്പുഴ എന്നീ രൂപതകളുടെ, പ്രബലമായ ലത്തീൻ രൂപതകളുടെ സ്വാധീനം വളരെ അധികമുള്ള ഒരു കോർപ്പറേഷനാണ് കൊച്ചി കോർപ്പറേഷൻ. റാഫി കരീം വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. റാഫി, ദീപ്തി മേരി വർഗീസിന്റെ പേരൊക്കെ സജീവമായി പറഞ്ഞു കേൾക്കുന്നതിനിടയിലാണ് ഒരു ലത്തീൻ സമുദായ അംഗം മേയറാകണം എന്നുള്ള ആവശ്യം ലത്തീൻ സഭ മുന്നോട്ട് വെക്കുന്നത്. ഇത് കോൺഗ്രസ് നേതൃത്വത്തെ വലിയ ആശയക്കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ റാഫി കരീം? റിജിത്ത്, തീർച്ചയായും നേരത്തെ കൊച്ചി കോർപ്പറേഷൻ വലിയ ഭൂരിപക്ഷത്തിലാണ് UDF തിരിച്ചുപിടിച്ചത്. UDF കൊച്ചി കോർപ്പറേഷൻ തിരിച്ചുപിടിച്ചതിന് പിന്നാലെ തന്നെ മേയർ സ്ഥാനം സംബന്ധിച്ചിടത്തോളം വലിയ ചർച്ചകൾ നടന്നിരുന്നു. ആ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ആദ്യഘട്ടം മുതൽ, അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ തന്നെ ദീപ്തി മേരി വർഗീസിന്റെ പേരാണ് ഈ മേയർ സ്ഥാനത്തേക്ക് എടുത്തുകേട്ടത്. കാരണം ജനറൽ സീറ്റിൽ ദീപ്തി മേരി വർഗീസ് മത്സരിക്കുമ്പോൾ, സീനിയോറിറ്റി പരിഗണിക്കുമ്പോഴും മറ്റ് കാര്യങ്ങൾ പരിഗണിക്കുമ്പോഴും ദീപ്തി മേരി വർഗീസ് ആയിരിക്കും ആ മേയർ സ്ഥാനത്ത് അർഹ എന്നുള്ളതായിരുന്നു വന്നിരുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് മറ്റു ചില പേരുകൾ കൂടി ഈ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ വന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മിനിമോളുടെ പേരായിരുന്നു. ഒപ്പം തന്നെ ഈ ദീപ്തി മേരി വർഗീസിന്റെ പേരും സജീവമായി പരിഗണനയിലുണ്ടായിരുന്നു. എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിലെ ചില ആളുകൾക്ക് ദീപ്തി മേരി വർഗീസിനെ ഈ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിലുള്ള അതൃപ്തി അവർ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ലത്തീൻ സഭ ഒരു ആവശ്യമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ലത്തീൻ സഭ പ്രധാനമായും പറയുന്നത് കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ലത്തീൻ സഭയ്ക്ക് വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ്. ലത്തീൻ സഭയിൽ നിന്നുള്ള ആളുകൾ പലരും ഈ തവണ കൗൺസിലറായി വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലത്തീൻ സഭയിൽ നിന്ന് ഒരാളെ തന്നെ മേയറാക്കണമെന്നൊരു ആവശ്യമാണ് കോൺഗ്രസ് നേതൃത്വത്തെ ലത്തീൻ സഭ അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കത്ത് ലത്തീൻ സഭ കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം അവർ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ലത്തീൻ സഭയ്ക്ക് വേണ്ട പ്രാതിനിധ്യം അത് നൽകണം എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ VD സതീശൻ എന്ന് വ്യക്തമാക്കിയതുപോലെ തന്നെ KPCC പ്രസിഡന്റിന്റെ ഒരു തീരുമാനമുണ്ട്. അതിനുശേഷമായിരിക്കും ജില്ലാ നേതൃത്വത്തിൽ നിന്നുള്ള തീരുമാനങ്ങൾ, അതിനെ ഏത് നിലയിലാണ് പരിഗണിക്കുക എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരിക. എന്തായാലും ഈ മേയർ സ്ഥാനം സംബന്ധിച്ചിടത്തോളം ലത്തീൻ സഭ കൂടി ഈ അവരുടെ ആവശ്യം ഉന്നയിച്ച് രംഗത്തേക്ക് എത്തുമ്പോൾ അത് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കും. കാരണം ദീപ്തി മേരി വർഗീസിന് സീനിയോറിറ്റിയുണ്ട്. ദീപ്തി മേരി വർഗീസ് മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ കടന്നിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ലത്തീൻ സഭയുടെ ഒരു ആവശ്യം അത് പരിഗണിക്കേണ്ടതുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുമ്പോൾ അതിൽ സഭാ നേതൃത്വത്തെ കൂടി പരിഗണിക്കാതെ മുന്നോട്ട് പോകാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയില്ല. ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം സംബന്ധിച്ചിടത്തോളം ലീഗ് അവരുടെ ക്ലെയിം ഉന്നയിച്ചിട്ടുണ്ട്. ലീഗിനാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനം വേണ്ടത് എന്നുള്ളൊരു ആവശ്യമാണ് ലീഗ് ഔദ്യോഗികമായി അവരുടെ പാർലമെന്റ് പാർട്ടി നേതൃത്വം തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേയർ സ്ഥാനവും ഡെപ്യൂട്ടി മേയർ സ്ഥാനവും സംബന്ധിച്ചിടത്തോളം തീരുമാനമെടുക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും, എല്ലാ വശങ്ങളും പരിഗണിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് വിഭാഗത്തെ കൂടി പരിഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയൂ. അത്തരത്തിലൊരു സാഹചര്യമാണ് കൊച്ചി കോർപ്പറേഷനിൽ കോൺഗ്രസിന് നിലവിൽ മുന്നിലുള്ളത്. ശരി, റാഫി കരീം കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.